Good afternoon, all. Good afternoon, miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Then how are you all? സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് മാം. നല്ല വിശേഷം. നല്ല വിശേഷം. ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് കുറച്ച് ക്ലാസ്സുകളായിട്ട് നമുക്ക് നോട്ട്സ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഏകദേശം നോട്ട്സ് കംപ്ലീറ്റ് ആണ്. എന്നാലും കുറച്ച് പോർഷൻസ് ഉണ്ട്. അത് പിന്നീട് എടുക്കാം. ഓക്കെ. ഇനിയിപ്പോ നമ്മള് വെർബിനെ കുറിച്ച് പഠിച്ചു അല്ലെ? വെർബ് എന്താണ് വെർബ് എന്നറിയാം. ഓക്സിലറീസ് ഞാൻ പറഞ്ഞതാണ്. Then do, does, did ഇതൊക്കെ പറഞ്ഞതല്ലേ? ആണോ? പറഞ്ഞിരുന്നോ? ഇതൊന്നും മിണ്ടാത്തേ. ഓക്സിലറീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ക്ലാസ്സില്? Am, is, are, do, does, did? ഇല്ല മാം. No. ഓക്സിലറീസ് ഒന്നും പറഞ്ഞിട്ടില്ല? ടെൻസ് എടുത്തപ്പോ പറഞ്ഞിട്ടില്ലേ നമ്മള്? Am, is, are എങ്ങനെയൊക്കെ യൂസ് ചെയ്യാ? മറന്നുപോയോ? പറഞ്ഞിട്ടുണ്ട് മാം. പറഞ്ഞിട്ടുണ്ട്. ഓക്സിലറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ടെൻസ് എടുക്കുമ്പോൾ അതൊക്കെ ആവശ്യമായത് കൊണ്ട് ഓക്സിലറീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ വെർബ് എടുത്ത ടൈമില് മൊഡാൽ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. ഓക്കെ. സോ നമുക്ക് ഇനി അതിലേക്ക് പോവാം. എന്താണ് മൊഡാൽ വെർബ്, എന്താണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതൊക്കെ നോക്കാം. ഓക്കെ. അതിൽ ഏതൊക്കെയാണ് മൊഡാൽ വെർബ്? ഏതൊക്കെയാണ്? ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, might, must, ought to. ഇതൊക്കെയാണ് മൊഡാൽ വെർബ് എന്ന് പറയാം. ഓക്കെ. സോ അതില് നമ്മള് ought to ഒന്നും നമ്മളിപ്പോ അധികം യൂസ് ചെയ്യാത്ത ഒരു മൊഡാൽ വെർബ് ആണ്. സോ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് നമുക്ക് ഡെയിലി ലൈഫില് സംസാരിക്കാൻ വേണ്ട കുറച്ച് മൊഡാൽ വെർബ് നമുക്ക് നോക്കാം. ഓക്കെ. അതിൽ ഒന്നാണ് ക്യാൻ. ക്യാൻ എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ക്യാൻ എന്താ? നമ്മുടെ എബിലിറ്റി അല്ലെ? നമുക്കൊരു എബിലിറ്റി ഉണ്ടെന്ന് അറിയിക്കാൻ നമുക്ക് ക്യാൻ യൂസ് ചെയ്യും. അത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും എന്നല്ല, ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മള് ക്യാൻ യൂസ് ചെയ്യണം. ഓക്കെ. ക്ലിയർ ആണോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ. ക്ലിയർ. ഓക്കെ. അപ്പോ ക്യാൻ എന്താണ്? നമുക്കൊരു എബിലിറ്റി, നമുക്കൊരു കഴിവുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്ക് പാടാൻ പറ്റും, ഐ ക്യാൻ സിംഗ്, ഐ ക്യാൻ റൈറ്റ് ഇംഗ്ലീഷ്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഓക്കെ. ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ എബിലിറ്റി ആണ്, എനിക്കത് ചെയ്യാൻ പറ്റും ഒരു കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ എബിലിറ്റി പറയാനായിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്തു അല്ലെ? ഇപ്പൊ ചെയ്യുമെന്നാണെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യേണ്ടി വരും, വേറെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ എബിലിറ്റി കാണിക്കാൻ, അതും പ്രസന്റ് ടെൻസിൽ എബിലിറ്റി കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ വെർബ് ആണ് ക്യാൻ എന്ന് പറയുന്നത്. ക്യാൻ പ്രസന്റ് ആണ് കേട്ടോ. പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ക്യാൻ. ഓക്കെ. ദെൻ പോസിബിലിറ്റി പറയാനും, പെർമിഷൻ ചോദിക്കാൻ, റിക്വസ്റ്റ് ചോദിക്കാൻ, ഓഫേഴ്സ്, ഇതെല്ലാം ചോദിക്കാനും പറയാനും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പേരെടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഓക്കെ. അപ്പൊ നമുക്ക് ക്യാൻ വെച്ച് ചോദിക്കാം, ഞാൻ നിന്റെ പേരെടുത്തോട്ടെ. Then can I go to the park? ഞാൻ ആ പാർക്കിൽ പോട്ടെ. റിക്വസ്റ്റ് ആണ്, പെർമിഷൻ ആണ്. Can I borrow your pen? അല്ലെങ്കിൽ can I borrow your notebook? അതൊക്കെ പെർമിഷൻ ആണ്. റിക്വസ്റ്റ് ആണെങ്കിൽ can I go to the park? നമുക്ക് അറിയാലോ റിക്വസ്റ്റ് എന്താണ്, പെർമിഷൻ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇവിടെ ക്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓഫർ ചോദിക്കാൻ can I help you? ഞാൻ സഹായിക്കട്ടെ, can I help you? ഓക്കെ. I can pay the bill for you. ഞാൻ അതിന്റെ പേരിൽ ബില്ല് പേ ചെയ്യാം. ഇതൊക്കെ ഓഫേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇവിടേക്ക് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അല്ലെ? ക്യാൻ നമ്മൾ ഇതുവരെയും യൂസ് ചെയ്യാത്ത ഒരു കാര്യമല്ല അല്ലെ? അറിയാണ്ടാണെങ്കിൽ പോലും നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് എന്റെ യൂസേജ് വരുന്നത്. നമുക്ക് എബിലിറ്റി ആയിട്ടും പെർമിഷൻ, റിക്വസ്റ്റ്, ഓഫേഴ്സ്, പോസിബിലിറ്റി ഇതൊക്കെ പറയാനും നമുക്ക് ക്യാൻ എന്ന് പറയുന്ന മോഡൽ വെർബ് വെച്ച് പറയാവുന്നതാണ്. ഓക്കെ. ദെൻ പിന്നെന്താണ് ക്യാൻ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്താണ്? കനോട്ട് ആണ് അല്ലെ? കനോട്ടിന് ഷോർട്ട് ആക്കി എന്താ പറയാ?
can't എന്ന് പറയും. Okay, cannot എന്നല്ല can't. I can't do that. എനിക്കത് ചെയ്യാൻ പറ്റില്ല. I can't do that. Okay, then I can't go there. എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. I can't go there. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യമാണ്. ഞാൻ ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, അറിയില്ല. അറിയില്ല എന്നല്ല, പറ്റില്ല എന്നത്, കഴിയില്ല, പറ്റില്ല എന്നൊരു മീനിങ് ആണ് ക്യാൻ വരാം. ക്യാൻ്റെ വേർഡിന്റെ മീനിങ് അതാണ് കേട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റും, കഴിയും, അതിന്റെ നെഗറ്റീവ് ആണ് പറ്റില്ല, കഴിയില്ല. ഓക്കെ, എനിക്ക് പാട്ട് പാടാൻ പറ്റില്ല. I can't sing a song. എനിക്ക് പാട്ട് പാടാൻ പറ്റില്ല. I can't sing a song. I can't speak English fluently. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കില്ല. അറിയില്ല എന്നാണെങ്കിലോ I don't know how to speak English fluently എന്ന് പറയാം. എനിക്കറിയില്ല, ഫ്ലുവൻ്റ് സംസാരിക്കാൻ എനിക്കറിയില്ല. I don't know how to speak English fluently. എനിക്ക് എങ്ങനെയാണ് ഇത്രയും ഫ്ലുവൻ്റ് ആണെങ്കിലും സംസാരിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറയാം. പറ്റാത്ത കാര്യമാണെങ്കിൽ can വെച്ച് പറയാം. പറ്റില്ല, I can't do that. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ക്യാനിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ക്യാൻ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാലോ. Can you sing? നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റുമോ? Can you sing? Can you do that? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? Can you go there? നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ക്യാൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പ്രസന്റ് ആണ്. പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ക്യാൻ. ഇപ്പൊ പറയുന്ന കാര്യമാണ് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇറ്റ്സ് എ പാസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്യാൻ യൂസ് ചെയ്ത് കാര്യമില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ആണോ? അതൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ? ആണോ? അറിയാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്യാനെ കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുറച്ചൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? എന്താണ്? റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങില്ല പറയുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനെ കുറച്ചൊരു എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, one time means one more. Can means can നമ്മൾ പറയുന്നത് can ഒരു മോഡൽഫോമാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എബിലിറ്റി പറയാനാണ്. എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോ അസീക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ പറയും? I can cook biryani so well. അല്ലെ? So tasty. എനിക്ക് നന്നായിട്ട് ടേസ്റ്റി ആയ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. I can cook. അല്ലെ? എനിക്ക് പാചകം ചെയ്യാൻ പറ്റും. I can cook a tasty biryani എന്ന് പറയാം. അല്ലെ? അത് അസിയക്ക് പറ്റുന്നൊരു കാര്യമാണ്. അല്ലെ? ഒരു എബിലിറ്റി ആണ്, ഒരു കഴിവാണ് ശരിക്കും അത്. ശരിയല്ലേ? കഴിവല്ലേ? അപ്പോ അതെ, അപ്പൊ അങ്ങനെ ഒരു കഴിവിനെ നമുക്ക് ക്യാൻ വെച്ച് പറയാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാലും കേൾക്കട്ടെ. ക്യാൻ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ്. അത് എബിലിറ്റി ആകാം, പെർമിഷൻ ആകാം, റിക്വസ്റ്റ് ആകാം, ഓഫേഴ്സ് ആകാം, എനിത്തിങ്. I can cook well. Then എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. എന്തും ആയിക്കോട്ടെ. ഇനി ആ ഒരു എബിലിറ്റി ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. Can I go there? Yeah, can I go there? It's a question mark കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്. Can I go there? Then I can sing a song. ഒരു കാര്യം കൂടെ പറയണം. നമ്മള് ക്യാൻ യൂസ് ചെയ്യുമ്പോ ing ഫോം അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പൊതുവെ V1 ആണ് യൂസ് ചെയ്യാം. ing ഫോം ഇല്ല, V1 ആണ് യൂസ് ചെയ്യാം. ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല നമ്മളവിടെ ചെയ്യുന്നത്. ഒരു എബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് V1 മാത്രം മതി. റീഡിങ്, കുക്കിംഗ്, പ്ലേയിങ് ഒന്നും വേണ്ട. I can play, I can read, I can cook. അത് മതി കേട്ടോ. ing ഫോം വേണ്ട. സബ്ജക്ട് പ്ലസ് ക്യാൻ പ്ലസ് V1 ആണ് കേട്ടോ സ്ട്രക്ചർ വരാം. സബ്ജക്ട് പ്ലസ് ക്യാൻ പ്ലസ് V1. ആ രീതിയിൽ വേണം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. Okay? Yeah, I can understand you. Yeah. Okay. Brilliant example. Okay, then
I can try picture for you. Okay. Then can you please move? Yeah, can you help me? Okay. I can dance. Yes. Can you pay my bill? Yeah. എനിക്ക് വേണ്ടി ബില്ലൊക്കെ പേ ചെയ്യാൻ പറ്റുമോ? എന്നാണെങ്കിലോ എനിക്ക് വേണ്ടി ആ ബില്ലൊക്കെ പേ ചെയ്യാൻ പറ്റുമോ? Can you pay the bill? Can you pay that bill for me? എന്ന് ചോദിക്കാം കേട്ടോ. I can write center. Yeah. Can you pay my bill for me? Yeah. Can I help you? Okay. Then can you hear me? Can you കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? You can skip from it. Yeah. നെഗറ്റീവ് പറയൂ. ഇത്രയും പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ നെഗറ്റീവ് സെൻറ്റൻസ് പറയൂ. I can go there. They can do that. Yeah. I can't understand you. Okay. Then I can read book. Yeah. I can send English notes. Okay. Yeah. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആയാലോ? നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നമുക്ക്. Can you sing a song? Candela, can you? Okay. Can you sing a song? Can you help me? ചോദിച്ച ചോദ്യമാണ്. Okay. Then കുറച്ച് പേര് മാത്രം ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ല. വൈ? ഇതുകൊണ്ട്. ഓക്കെ. അശ്വതിയോട് സംസാരിച്ച് കുറേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നില്ല. നെറ്റ് കഴിഞ്ഞിട്ട് ക്ലാസ് കട്ടായി പകുതി. ശ്രദ്ധിച്ചിരുന്നു. ഇടക്കിടക്ക് വന്നു പോയി കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ഇന്നത്തെ ശേഷം ട്യൂഷനൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. 1 മുതൽ 10th ഒരു കുട്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കുറേ നാളെ സംസാരിച്ചിട്ട് അശ്വതിയോട്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? ആരൊക്കെ എന്നോട് സംസാരിക്കാനുണ്ടോ? നിങ്ങൾ ഭയങ്കര സീരിയസ് ആണ്.
ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന പോലെയല്ല, ഭയങ്കര സീരിയസ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ പഠിക്കുന്നു, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു, പഠിക്കുന്നു, പോകുന്നു. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ അല്ലേ? I can read here. Oh, ആണ്. Okay. എന്തെങ്കിലും പറയാനോ ചോദിക്കാനുണ്ടോ എന്നോട്? ഉണ്ടോ? സുഖാണോ മാം? ഓ, ഭയങ്കര ചോദ്യം. സുഖം. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സംസാരിക്കാത്തതിന് കുറച്ച് സുഖങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ? നമ്മള് ഫുൾ ടൈം ക്ലാസ് അല്ലേ? നിങ്ങൾ ഒന്നും എന്നോട് സംസാരിക്കാത്തതുകൊണ്ടാണ് ഞാൻ വിടാത്തതോ. പൊതുവെ എല്ലാ ക്ലാസ്സും ഞാൻ ഇങ്ങനെയല്ല. ഓക്കെ, ഇതില് നിങ്ങൾക്ക് വരുമ്പോ എപ്പോഴും ക്ലാസ് തന്നെയാണ്. ഫുൾ ടൈം നോട്ട്സ് ക്ലാസ്, ഇത് മാത്രമേ ഉള്ളൂ. സംസാരിക്കാനേ ടൈം ഇല്ലെന്നല്ല, സംസാരിക്കില്ല. ഞാൻ മാത്രം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും വിടാത്തെ. ഓക്കെ, ഇപ്പൊ ഓക്കെ പറയോ കേട്ടോ? ഓക്കെ, ഒന്നും മിണ്ടുന്നില്ല, ഒരു അനക്കവും ഇല്ല. ചുമ്മാ ഞാൻ ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നു, അവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അറിയോ? ഈ ക്ലാസിന്റെ നോട്ടൊന്ന് ഇതിലിടുക. നോട്ട് റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴേ അത് നോട്ട് എഴുതിയെടുക്കാൻ ക്ലിയർ ആവുന്നില്ല. വോയിസ് റെക്കോർഡ് ക്ലാസ്സിൽ അത് ക്ലിയർ ആവുന്നില്ല. മിസ് പറയുന്നത് എന്താന്ന് എഴുതിയെടുക്കാൻ മനസ്സിലാവുന്നില്ല. നോട്ട് എന്ന് പറയുമ്പോ കഴിഞ്ഞ ക്ലാസ്സിലത്തേക്കാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ഹൂ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. നോട്ട്സ് ഇടുന്നത് ബുദ്ധിമുട്ടാണ്. പറഞ്ഞു കൊടുക്കുന്നില്ല, ഒരുപാടുണ്ട്. അത് കഴിയും ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യാ? ആരോടെങ്കിലും ചോദിച്ചു നോക്കാറുന്നില്ലേ? എനിക്കൊരു നോട്ട്സ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ബിജുയുടെ കംപ്ലീറ്റ് ആയിരിക്കാം, ഐ തിങ്ക്. ആണോ ബിജുന? കംപ്ലീറ്റ് ആണ്. അപ്പോ അശ്വിക്കൊന്ന് കൊടുക്കും. നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണോ? നിങ്ങൾ ഫ്രണ്ട്സ്, ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാം ഫ്രണ്ട്സ് ആണോ? അത്യാവശ്യം കണക്ഷൻ ഉണ്ടോ? ഗ്രൂപ്പ് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആക്റ്റീവ് ആണോ ഗ്രൂപ്പ്? എല്ലാവർക്കും ഉണ്ട്. ആക്റ്റീവ് ആണോ ഗ്രൂപ്പ്? ഞങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ക്ലാസ്സിൽ ഇപ്പൊ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നോട്ട് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം അറിയോ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആരും കയറാറില്ല. അതുകൊണ്ടാണ് നോട്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, കയറുന്നവരുണ്ടോ? പൊതുവെ കയറാറില്ല. ചോദിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല. റയറാണ്. എന്റെ നോട്ട്സ് കിട്ടുന്ന റയറാണ്. കുറച്ച് ഡിമാൻഡ് നോട്ട്സ് ആണ് എന്റെ. ഓക്കെ, ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് നോട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. ഇതിൽ ചോദിക്കാൻ വന്നാണ് അർജുന. മിസ്സിന്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയില്ല. മിസ്സിന്റെ വീട് എവിടെയാ? എന്റെ വീട് അടുത്ത് തന്നെയാ. എറണാകുളം. നോർത്ത് പറവൂർ. ശരി, ഓക്കെ. ഓക്കെ, പിന്നെന്താ? പറവൂര് എവിടെയാണ് മാം വീട്? പറവൂര് അറിയോ? എന്റെ വീട് ഇവിടെ UP കോളേജിന്റെ അടുത്താ. പറവൂര് മൂത്തോന്ന് നമ്മളെ സൈഡൊക്കെ തന്നെയാ. മൂത്തോന്നൊക്കെ അറിയാം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടാലൊന്ന് സംസാരിക്കാൻ വരുമോ? ഓക്കെ. ചിലപ്പോ എനിക്ക് മനസ്സിലാവണമെന്നില്ല കേട്ടോ പേര് പറഞ്ഞാലും. അതുകൊണ്ട് വിഷമിക്കരുത്, ക്ലാസ് പറഞ്ഞാൽ മതി. അതെ. ഓക്കെ, പൊതുവെ അങ്ങനെയാണ്. ആരെങ്കിലും പേര് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. എന്നാലും ചിരിക്കും കേട്ടോ, ചിരിക്കും. പക്ഷെ എന്നറിയാലോ, എനിക്കല്ല അറിയാത്തെ. എങ്ങനെ അറിയാനാ? സംസാരിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, വരുമോ? നിങ്ങൾ കോൺവെക്കേഷൻ വരുമോ? വന്ന് എന്നോട് സംസാരിക്കോ? തീർച്ചയായും ഉറപ്പായിട്ട് സംസാരിക്കും. ഓക്കെ, നോക്കാം. നമുക്ക് ചിരിക്കും.
സംസാരിക്കാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. പേര് പറയണ്ടേ? പേര് പറയണം, ക്ലാസ്സും പറയണം. എന്നാലും കുറച്ചു പേരെ എനിക്ക് അറിയാട്ടോ. സ്ഥിരം കാണുന്നവരല്ലേ നിങ്ങള്? ഷഹന, സലീം, പേരെന്താ? സുഹാന അല്ലേ? ആണോ? ആണോ? ആണ്. അതെ, സുഹാന. അറിയാം. ബിജുന, അതൊക്കെ ഓർമ്മയുണ്ട്. മറീന, അശ്വതി ഓർക്കാൻ സംശയമാണ് കേട്ടോ. എല്ലാ ക്ലാസ്സിലും അശ്വതിയുണ്ട്. ഞാനിവിടെ അശ്വതിയില്ലേ? എല്ലാ ക്ലാസ്സിലുണ്ട്. ഓക്കെ, എന്നാലും നോക്കാം. ഓക്കെ, ശാലിനി. ഓക്കെ, കുറച്ചിട്ടൊക്കെ അറിയാം. അസിയനൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾ സംസാരം കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? ഇന്നേ പറയൂ നിങ്ങൾ. ഓക്കെ, ഇപ്പൊ പറഞ്ഞിരുന്നത് ക്യാൻ ആണ്. ക്യാൻ മനസ്സിലായോ? ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. മനസ്സിലായി? ഓക്കെ, ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാവേ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ക്യാൻ യു സിംഗ്? ക്യാൻ യു സ്പീക്ക് ഫ്രഞ്ച്? ഇതൊക്കെ എസ്ഓനോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മൊഡാൽ വേർബ് വെച്ച് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എസ്ഓനോ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പൊ മൊഡാൽ വേർബ് ആയിക്കോട്ടെ, ഓക്സിലറീസ് ആയിക്കോട്ടെ, ഏത് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനും എസ്ഓനോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, WH ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, WH വേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കുറച്ചുകൂടി പറയാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. മാത്സിന് പറയാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കി എല്ലാരും ഓക്സിലറീസ്, മൊഡാൽ വേർബ്, പിന്നെ ഡു ഡസ് ഇതൊക്കെ വെച്ച് ചോദിക്കുന്നതൊക്കെ എസ്ഓനോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ടാണ് ക്യാൻ യു സീ എസ്ഓനോ ആയത്. ക്യാൻ യു സീ നോ അല്ലെങ്കിൽ യെസ് പറയാം. Can you speak in French? Can you play the game? Then where can you sing? That's the question going on. When can you sing? What can we do tonight? When can I see you again? Where can you buy a book? Okay? അങ്ങനെയും ചോദിക്കാം can വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു can present tense യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്, ഒരു മൊഡാൽ വേർബ് ആണെന്ന് പറഞ്ഞു. Then canന്റെ തന്നെ നമുക്ക് past ഉണ്ട്, അതാണ് good. ക്യാൻ ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ കുഡ് എന്താണ്? ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് അവിടെ പോകാൻ പറ്റായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല അല്ലെ. പോകാൻ പറ്റുമായിരുന്നു, പാസ്റ്റ് ആണ്. എനിക്ക് പോകാമായിരുന്നു, എനിക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നു, പോകാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഗോ ദേർ. എനിക്ക് അവിടെ പോകാമായിരുന്നു, പോകാൻ കഴിയായിരുന്നു എന്നൊക്കെ പറയില്ലേ? പാസ്റ്റിലെ കാര്യം അത് പറയാൻ നമ്മളെ കുഡ് യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൂട്ടി യൂസ് ചെയ്യുക. കുഡ് നമുക്ക് എബിലിറ്റി പറയാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എബിലിറ്റി പറയാൻ, പോസിബിലിറ്റി പറയാൻ, ദെൻ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ, നമുക്ക് സജഷൻ പറയാൻ, റിക്വസ്റ്റ് ചെയ്യാൻ, ഓഫേഴ്സ് പറയാൻ ഒക്കെ നമുക്ക് കൂട്ടി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ വ്യത്യാസം എന്താ വെച്ചാൽ ക്യാൻ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ടോക്ക് ആണ്. ഇൻഫോർമൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ക്യാൻ യൂസ് ചെയ്യാം. ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ക്യാൻ യു ടേക്ക് യുവർ പെൻ, ക്യാൻ യു ഗീവ് മി ദ പെൻ ചോദിക്കാം. പക്ഷേ ഒരു ഓഫീസേഴ്സിനോടോ കുറച്ചൊരു നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട ആൾക്കാരോട് പോയിട്ട് ക്യാൻ യു ഗീവ് ദ പെൻ എന്ന് ചോദിക്കാൻ പറ്റില്ല അല്ലെ. അതൊരു റെസ്പെക്ട്ലെസ് ആണ്. നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് ക്യാൻ വരുമ്പോ. കുറച്ചൊരു ഇൻഫോർമൽ ആണ്. ഫോർമൽ ആയിട്ട് നമ്മൾ കൂട്ടി വയ്ക്കാം. കുറച്ചൊരു പൊളൈറ്റ്നെസ്സും കുറച്ചൊരു നമ്മള് ബഹുമാനത്തോട് ചോദിക്കുന്ന, കുറച്ചൊരു പൊളൈറ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഫുഡാണ്. ചോദിക്കാം. അറിയാത്തൊരു സ്ട്രേഞ്ചർ നമുക്ക് ക്യാൻ വേണ്ടി ചോദിക്കാം. പക്ഷെ എപ്പോഴും ഇപ്പൊ നമ്മുടെ ഓഫീസേഴ്സോ നമ്മുടെ സീനിയേഴ്സോ ടീച്ചേഴ്സോ ഒക്കെ കുറച്ചൊരു ബഹുമാനത്തോടെ ചോദിക്കേണ്ട ഒരാൾക്കാരാണെങ്കിൽ നമുക്ക് ഫുഡ് വെച്ച് വെക്കാം, ചോദിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ക്യാനിന്റെയും ഫുഡിന്റെയും നമ്മുടെ വ്യത്യാസമാണ്. പ്രൊഫഷണൽ റിക്വസ്റ്റ് ഒക്കെ ചോദിക്കുമ്പോൾ ഉള്ള വ്യത്യാസം അത് മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോ അവരോട് ക്യാൻ വെച്ച് ചോദിച്ചുകൊണ്ട് ഗ്രാമറിൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഉള്ളൊരിതാണ്, നമുക്ക് ഒരു പൊളൈറ്റ്നെസ് ഫീൽ ചെയ്യില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ക്യാൻ ചോദിക്കുന്ന ഫുഡ് ചോദിക്കുന്നതിന് ഒരു പൊളൈറ്റ്നെസ് ക്യാനിലില്ല. അതേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അല്ലാതെ ഗ്രാമറിൽ അത് തെറ്റാണ്, മിസ്റ്റേക്സ് ആണ് ഒന്നും പറയാനില്ല, കറക്റ്റ് ആണ്. അപ്പൊ ഫുഡ് പ്രസന്റിലും യൂസ് ചെയ്യാം. ഫുഡ് പ്രസന്റ് യൂസ് ചെയ്യുന്നത് ഈ ചോദിക്കുമ്പോഴാണ്, ക്വസ്റ്റ്യൻസിനാണ്. റിക്വസ്റ്റ് ആയിട്ട് പെർമിഷൻ ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പ്രസന്റ് യൂസ് ചെയ്യാവുന്നതാണ്. എബിലിറ്റി പറയുമ്പോൾ പാസ്റ്റ് ആണ്, പാസ്റ്റിലാണ് നമ്മൾ ഫുഡ് യൂസ് ചെയ്യുക. എനിക്കത്
എനിക്ക് ഇന്നലത്തെ ഒരു കാര്യം വേണമെങ്കിൽ പറയാം. നമുക്ക് ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ പാട്ട് പാടാനായിരുന്നു, കഴിഞ്ഞു അല്ലെ. ഇപ്പൊ ഞാനത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പൊ അന്നേരത്തെ പാട്ട് പാടാൻ കഴിയുമായിരുന്നു, സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പാട്ട് പാടാൻ കഴിയുമായിരുന്നു. ഇപ്പൊ എക്സ്പീരിയൻസ് ഫംഗ്ഷൻ എന്ന് പറയാം. എനിക്ക് ഇന്നലെ ആ ഫംഗ്ഷനിൽ പാട്ട് പാടാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ പാടിയില്ല എന്നൊരു മീനിങ് അവിടെ വരാം. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, പറ്റായിരുന്നു എന്ന് പറയും. നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ I could play the guitar when I was in school. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഗിറ്റാർ വായിക്കായിരുന്നു, എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല എന്നൊരു ഫീലിംഗ് ആണ്. ഓക്കെ, അതുപോലെ പാസ്റ്റിലൊക്കെ ചെയ്യുന്ന എന്തോ അത് ഇന്നത്തെ കാര്യമാണെങ്കിൽ ഒരുപാട് വർഷം മുന്നുള്ള കാര്യമാണെങ്കിൽ നമുക്ക് കൂട്ടി യൂസ് ചെയ്യാവുന്നതാണ്. എബിലിറ്റി പറയാൻ നമുക്ക് കൂട്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, I could eat a lot of food. എനിക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. I can't പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫുഡ് യൂസ് ചെയ്യുക. ഫുഡ് മിക്കവർക്കും ഒരു ഡൗട്ട് ഉള്ള ഒരു പോർഷൻ ആണ്. ഫുഡ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് ആർക്കും പൊതുവെ അറിയാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, I hope you all understand. Then possibilities എന്ന് പറയുന്ന സാധ്യതകളാണ് കേട്ടോ. The train could be late. Train ചിലപ്പോ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. Could be late. അത് പ്രസന്റ് ആണ്, ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്. ബസ് could be late. ബസ് വരാൻ ചിലപ്പോൾ ലേറ്റ് ആവും. ഇതിലാണ് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ പറയാം, if you don't study you could fail the exam. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ എക്സാമിൽ ഫെയിൽ ആകും. ഓക്കെ, അപ്പൊ അത് ഫ്യൂച്ചറിൽ ഒരു പോസിബിലിറ്റി ആണ്. സോ അങ്ങനത്തെ പോസിബിലിറ്റീസ് പറയാൻ നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ്. If they are more powerful, a lot of crime will be prevented. അത് ഫ്യൂച്ചർ ആണല്ലോ, ഫ്യൂച്ചറിലെ പോസിബിലിറ്റീസ് ആണ്. അതൊരു പാസ്റ്റിലെ പോസിബിലിറ്റി പറയാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ റോബർട്ട് could have gotten the job if ആണ്, സോറി if ആണ്, ഓഫ് അല്ല if ആണ്. റോബർട്ട് could have gotten the job if he had got to the interview. അങ്ങനെ ഇന്റർവ്യൂ പോയിരുന്നെങ്കിൽ നമുക്ക് ജോലി കിട്ടിയേനെ. അത് പാസ്റ്റിലെ ഒരു പോസിബിലിറ്റി ആണ്. അപ്പൊ പോസിബിലിറ്റീസ് പ്രസന്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് പോസിബിലിറ്റീസ് പറയാൻ നമുക്ക് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ സജഷൻസ്, റിക്വസ്റ്റ്, ഓഫേഴ്സ്, പെർമിഷൻ ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് കൊണ്ട് യൂസ് ചെയ്യാം. So we could try that new Italian restaurant tonight. So suggestion ആണ് Italian റെസ്റ്റോറന്റിൽ പോയിട്ട് കുറച്ച് ന്യൂ ഡിഷസ് ഒന്ന് ട്രൈ ചെയ്താലോ, സജഷൻ ആണേ. Then you could ask your sister to lend you some money. കുറച്ച് എന്തോ ഒന്ന് ചോദിച്ചൂടെ സിസ്റ്ററിനോട്, സജഷൻ. Then could you pass me the pen please? Could you pass me the pen please? ചോദിക്കാം, can ചോദിക്കാം, could ചോദിക്കാം. ഞാൻ പറഞ്ഞ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് can ആണോ could ആണോ നമ്മളോട് ആഡ് ചെയ്യുക എന്ന് നമ്മൾ നോക്കേണ്ടത്. Okay, then could I speak to Rahul? രാഹുൽ സംസാരിച്ചോട്ടെ, could I speak to Rahul? Then offer ആണെങ്കിൽ could I get you something to drink? Then could I help you with that? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ, ചെയ്തോട്ടെ, ഞാൻ കഴിക്കുള്ളിൽ നിൽക്കട്ടെ എന്നൊക്കെ ചോദിക്കാനാണ്. Then permission ആണെങ്കിൽ could I borrow your pen? And could I take the day off tomorrow? Could ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പൊളൈറ്റ്നെസ് വേണമെങ്കിൽ പ്ലീസ് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും ബ്രാക്കറ്റിൽ പ്ലീസ് വന്നിരിക്കുന്നത് കേട്ടോ. പ്ലീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുറച്ചുകൂടെ പൊളൈറ്റ്നെസ് ആണത്. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെയാണ് കുഡും ക്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയോ? ഇതുവരെ നമ്മൾ നോട്ട്സ് ആയിരുന്നു. ഇന്നാണ് ശരിക്കും ക്ലാസ് എടുത്തത്. കുറച്ച് നാളിന് ശേഷമാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ഓക്കെ, സോ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ, എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരുടെ കൂടെ ചോദിക്കുന്നേ, ക്ലിയർ ആണോ? മാം ഇതിന്റെ നോട്ട്സോ? എന്തോ നോട്ട്സ്? ഈ നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇന്നോട്ട് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. പിന്നൊരു കാര്യം, ഇതെല്ലാം കേട്ടത് കൊണ്ട് ഓക്കെ മാം ഞങ്ങൾക്ക് ക്ലിയർ ആണ്, മനസ്സിലായി എന്ന് പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. സംസാരിക്കണമെങ്കിൽ നമ്മൾ ഓരോ സെന്റൻസും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ ഇത് വരുള്ളൂ. മനസ്സിലായോ? അല്ലാതെ അറിയാം, ഒരാൾ വന്ന് സംസാരിച്ചു, ഓക്കെ എനിക്കത് അറിയാലോ, ആളെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ,
അവരോട് പറയേണ്ട റിപ്ലൈ മുറിയിലുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല. എന്താ വരാത്തെ? അത് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂ, അല്ലേ? അല്ലാതെ കിട്ടില്ല. ഇതെങ്ങനെയാണ്? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് കാര്യമുണ്ടോ? കുക്കിംഗ് എല്ലാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ചെയ്ത് കാണിക്കണ്ടേ? എന്നാൽ അറിയാം, മറ്റുള്ളവർക്ക് അറിയോളൂ. ഓക്കെ, അവനെ അറിയാം, അവന് ബിരിയാണി വെക്കാൻ അറിയാം. ഇത് ബിരിയാണി വെച്ച് കാണിച്ചു കൊടുത്താൽ അറിയാൻ പറ്റും. അതുപോലെയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിച്ചാലേ ഇംഗ്ലീഷ് അറിയാമെന്ന് നമുക്ക് തന്നെ തോന്നുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നണ്ടേ, ഓക്കെ ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇത് തോന്നണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ച് നോക്കണം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, so ഒന്ന് നമുക്ക് ആൻസർ ചെയ്താലോ? fill the gaps with using can and could. Okay, dash I get you something to eat. Fill the blanks with can or could. Answer me. Can I get you something to eat? Can I get you something to eat? Yeah, correct. Then I dashed on a mile in 10 minutes when I was younger. Yeah, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യോ? ആൻസർ ടെക്സ്റ്റ് ചെയ്യോ എല്ലാവരും? ആകെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ ക്ലാസ്സിൽ, അപ്പൊ ഈ നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആരൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്നില്ലാന്ന്. Yeah, I could run a mile in 10 minutes when I was younger. ചെറുതായിട്ടൊക്കെ ഒരു 10 minutes ഒരു മൈലൊക്കെ ഓടാൻ പറ്റുമായിരുന്നു. past ability ആണ്. Then dash to send me the details, please. Could you send me the details, please? Could you? Then many swimmers, many swimmers dash all their breath for more than 3 minutes in underwater. Yeah, can answer ability. Okay, so can use can. Then the last one, dash I have another slice of that cake, please. I have dash I have another slice of that cake, please. Yum, can I have another slice of that cake, please? Sorry, can I have could? Yeah, no, could please വരുന്നത് could ആണ്. More politeness ആണ് അവിടെ കാണിക്കുന്നത്. Shows more politeness, so we can use the word could. Could I have another slice of that cake, please? Okay. അപ്പോ ഇന്നത്തെ മുഴക്കം ഇതാണ്, can and could. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നതാണോ? ക്ലിയർ ആണോ? Yeah, so ഒരു കാര്യം ചെയ്യൂ കേട്ടോ, ഓരോരുത്തരായിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, can and could എന്താണ് മനസ്സിലായത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. Share with us. Okay. Yeah, this fast. Who's first to share with what you understand? Anyone? ഞാൻ പറയാം. Okay. Can, could അതാ രണ്ടുമാണ് എടുത്തത്. ഇതിൽ can എബിലിറ്റി പറയാനാണ് യൂസ് ചെയ്യുന്നത്. എബിലിറ്റി പറയാൻ യൂസ് ചെയ്യും. പ്രസന്റ് ടെൻസിലാണ് can യൂസ് ചെയ്യുന്നത്. എബിലിറ്റി പറയാൻ I can speak English. പിന്നെ പെർമിഷൻ ചോദിക്കാനായിട്ട് യൂസ് ചെയ്യും. Can I borrow your notebook? ഇതുപോലെ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. Can I go to the park?
പിന്നെ ഓഫേഴ്സിന് യൂസ് ചെയ്യും. can I help you. പിന്നെ അത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ I can't speak English. പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ I can speak English. നെഗറ്റീവ് ആവുമ്പോൾ I can't speak English. ഇനി ക്വസ്റ്റ്യൻ ആയിട്ടും can യൂസ് ചെയ്യാം. can you sing. can they speak English. അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ടും യൂസ് ചെയ്യാം. കുഡ് എബിലിറ്റി പാസ്റ്റില് പറയാനാണ് യൂസ് ചെയ്യുക. I could sing a song at yesterday's party. അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ റിക്വസ്റ്റിലെ പ്രസന്റിലും നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. കുഡ് യു പ്ലീസ്, കുഡിന്റെ കൂടെ പ്ലീസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് തോന്നും. കുഡ് യു പ്ലീസ് ഗിവ് മീ യുവർ പെൻ. ഫ്യൂച്ചർ ടെൻസിലും നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. Okay. Clear. Any next ara? Who's next to explain? Vijuna? Yes, miss. Yeah. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് can, could എന്നീ ഓക്സിലറി മോഡൽ വെർബ്സ് ആണ്. can എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസ് ആയോ മിസ്സേ? Yeah, pardon. can എന്ന് പറഞ്ഞാല് ചെയ്യാൻ പറ്റും എന്നുള്ള മീനിങ് ആണ്. പിന്നെ എബിലിറ്റിനെ കാണിക്കാനും പെർമിഷൻ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് can യൂസ് ചെയ്യുന്നത്. പിന്നെ can പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ വരികയാണെങ്കിൽ I can read book. പിന്നെ നെഗറ്റീവ് ആണ് കാണിക്കുന്നതെങ്കിൽ I can't എന്ന് പറയും. I can't go there, I can't do that ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. പിന്നെ കുഡിന്റെ കൂടെ നമ്മള് പ്ലീസ് എന്നാ പറയാതെ മനസ്സിലായില്ല. പ്ലീസ് സെന്റൻസിൽ പ്ലീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ക്യാന്റെ കൂടെ പ്ലീസ് യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്ന പ്ലീസ് പൊതുവെ ഇല്ല. ഫുഡ് ആണെങ്കിലാണ് കുറച്ചുകൂടെ പൊളൈറ്റ്നസ് കാണിക്കാനെങ്കിലും പ്ലീസ് യൂസ് ചെയ്യാം. പൊളൈറ്റ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുഡ് ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. അത്രയൊക്കെ ഉള്ളൂ മിസ്സേ പറയാം. കുഡ് ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്ന എബിലിറ്റി കാണിക്കാനുണ്ടോ? എബിലിറ്റി നിനക്കത് ഒന്ന് പറ്റുമായിരുന്നു. നീ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. അപ്പൊ ഒരു കഴിവിൽ പറയുന്നതാണ്. അതിനെ നമുക്ക് പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസന്റിലൊക്കെ നമുക്ക് പറയാം കുഡ് വെച്ചിട്ട്. ഓക്കെ. Then next Suhana. Yes, ma'am. നമ്മൾ പഠിച്ചത് ക്യാൻ ഫുഡ് ആണ്. അപ്പോൾ ക്യാൻ പറയുന്നത് എബിലിറ്റി പ്രസന്റ് യൂസ് ചെയ്യാനാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. ക്യാൻ വെച്ച് നമുക്ക് ക്യാൻ എന്ന് പറയുന്നത് നമുക്ക് കഴിയും, പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാൻ വെച്ച് നമുക്ക് പെർമിഷൻസ് ചോദിക്കാം, റിക്വസ്റ്റ് ചെയ്യാം, ഓഫേഴ്സ് ചെയ്യാം. പിന്നെ കുഡ് ആണെങ്കിൽ പാസ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുഡിന്റെ കൂടി പ്ലീസ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് തോന്നും. Okay. Then Shalini. Yes, miss. Can എബിലിറ്റിയെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ക്യാൻ പെർമിഷൻ ആയിട്ടും റിക്വസ്റ്റ് ആയിട്ടും ഓഫേഴ്സ് ആയിട്ടും ക്വസ്റ്റ്യൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുഡ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. കുഡിന്റെ കൂടെ പ്ലീസ് ചേർക്കുമ്പോൾ പൊളൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫ്യൂച്ചർ ടെൻസിലും കുഡ് ഉപയോഗിക്കുന്നു. എബിലിറ്റിയെ കാണിക്കാനാണ് ഫ്യൂച്ചർ ടെൻസിലും കുഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ. എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയാമോ? ഒരു എക്സാമ്പിൾ പറയൂ. ഓക്കെ. പെർമിഷനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നതിന് ക്യാൻ ഐ ബോറോ യുവർ നോട്ട്ബുക്ക്. റിക്വസ്റ്റ് ആണ് ക്യാൻ യു പ്ലീസ് യുവർ നോട്ട്ബുക്ക്. നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഐ കാൺട്ട് സിംഗ് എ സോങ്.
പിന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻ യു ഹെൽപ്പ് മീ. Okay. Okay, Shanti. Clear ആണ്. Yeah. Then Marina. Yes, ma'am. പറയൂ. ഇത് പഠിച്ചത് ക്യാനും കുഡുമാണ്. ക്യാൻ എബിലിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു പ്രസന്റ് ടെൻസിൽ. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ക്യാൻ അതേപോലെ തന്നെ പോസിബിലിറ്റിയും പെർമിഷൻ, റിക്വസ്റ്റ്, ഓഫേഴ്സ്, ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കും നമ്മൾ ഉപയോഗിക്കുന്നു. നെഗറ്റീവായിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ്. പോസിബിലിറ്റി സൂചിപ്പിക്കുന്നതിന് എക്സാമ്പിൾ ആയിട്ട് സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. പെർമിഷൻ ആണെങ്കിൽ ക്യാൻ ഐ ബോറോ യുവർ നോട്ട്ബുക്ക്. റിക്വസ്റ്റ് ആയിട്ട് ക്യാൻ ഐ ഗോ ടു ദ പാർക്ക്. ഓഫേഴ്സ് ആയിട്ട് ചോദിക്കുമ്പോൾ ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു. ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ക്യാൻ യു സിങ്, ക്യാൻ ദേ സ്പീക്ക് ഫ്രഞ്ച് എക്സെട്ര. അതിന് എസ് ഓർ നോ ആൻസർ ആയിരിക്കും വരുന്നത്. പിന്നെ കുഡ് പാസ്റ്റ് ടെൻസിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോസിബിലിറ്റിയും പൊളൈറ്റ് എക്സ്പ്രഷനും മേക്കിംഗ് സജഷനും മേക്കിംഗ് റിക്വസ്റ്റും മേക്കിംഗ് ഓഫേഴ്സിനും കുഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫ്യൂച്ചർ ടെൻസിലും കുഡ് ഉപയോഗിക്കാം. അത് എബിലിറ്റി സൂചിപ്പിക്കാനായിട്ടാണ് കുഡ് ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത്. എബിലിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് ഐ കുഡ് പ്ലേ ദ ഗിറ്റാർ വെൻ ഐ വാസ് ഇൻ സ്കൂൾ. പോസിബിലിറ്റി ആണെങ്കിൽ ദ ട്രെയിൻ കുഡ് ബി ലേറ്റ്. പെർമിഷൻ പൊളൈറ്റ് എക്സ്പ്രഷൻ ആണെങ്കിൽ കുഡ് ഐ ഹാവ് ദ പീസ് ഓഫ് ദ കേക്ക് പ്ലീസ്. മേക്കിംഗ് സജഷൻ ആണെങ്കിൽ വി കുഡ് ട്രൈ ദാറ്റ് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ടുനൈറ്റ്. മേക്കിംഗ് റിക്വസ്റ്റ് ആണെങ്കിൽ കുഡ് യു പാസ് മീ ദ പെൻ പ്ലീസ്. മേക്കിംഗ് ഓഫേഴ്സ് ആണെങ്കിൽ കുഡ് ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക് എക്സെട്ര. Yes, ma'am. Okay. Yeah. Then Nancy. Nancy ക്ലാസ്സിലുണ്ടോ? നാൻസി പൊതുവേ ക്ലാസ്സിലുണ്ടെങ്കിൽ മിണ്ടാറ്. ഓക്കെ. ഇനി ആരില്ലല്ലോ? ഞാനിങ്ങനെ പറയാനുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ ക്യാനും ഗുഡും ക്ലിയർ ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് എക്സാമ്പിൾസ് അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അഡിക്റ്റ് ലൈഫിൽ ആരോടെങ്കിലും അതൊക്കെ യൂസ് ചെയ്യാം. വീട്ടിലാണോ, ഹസ്ബൻഡിനോടോ, മക്കളോടോ നിങ്ങളൊന്ന് പറയാം. ഓക്കെ. ഇപ്പൊ ആദ്യ പ്രാവശ്യം പറയുമ്പോ കുറച്ച് ചമ്മലൊക്കെ ഉണ്ടാവും. അതെല്ലാം കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കത് യൂസ്ഡ് ആവും. പിന്നെ നിങ്ങളത് മോഡുലേഷൻ തന്നെ മാറ്റും. മനസ്സിലായോ? അത് കേട്ട് ചിലപ്പോ മക്കളും പഠിക്കും. മക്കൾക്ക് ഓൾറെഡി അറിയാം, പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കും അറിയാം. ഓക്കെ. അപ്പോ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മീൻസ് യൂസ് ചെയ്താൽ മതി. നമ്മള് നമ്മുടെ ലൈഫില് എപ്പോഴെങ്കിലും നമ്മൾ ഡെയിലി സംസാരിക്കാറുണ്ടല്ലോ അല്ലെ, അതൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി. ഓക്കെ. അതോടുകൂടി അത് ക്ലിയർ ആവും. അങ്ങനെ ഡെയിലി ചെയ്യുമ്പോ നമ്മ പോലെ അറിയാണ്ട് നമ്മളത് ആ വാക്ക് പിന്നെ നമ്മൾ യൂസ് ചെയ്യും ഇംഗ്ലീഷ്. ഓക്കെ. അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ വീട്ടിൽ സംസാരിച്ച് നമ്മൾ ക്ലിയർ ആണ്. പിന്നെ ഒക്കെ ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരും, പറയാനായിട്ട് വരും. മലയാളം കിട്ടില്ല, മറന്നു. ഓക്കെ. അപ്പൊ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ തന്നിരിക്കുന്ന ഡെയിലി സെന്റൻസും ക്വസ്റ്റ്യൻസ് എല്ലാ സെന്റൻസും വായിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. എല്ലാ ക്ലാസ്സിലും ഞാൻ പണ്ടിരുന്ന് പറയുന്നുണ്ട് കേട്ടോ, പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ആരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടോ. ചെയ്താൽ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴല്ല, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വായിക്കാനും പഠിക്കാനൊക്കെ. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അയ്യോ, അത് ഇത്രയും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചു. ഓക്കെ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് ടെക്സ്റ്റോ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് അവസ്ഥ മനസ്സിലാക്കണം കേട്ടോ. ചുമ്മാ ഞാനിവിടെ കുറച്ച് പ്രൊഫൈലിന് മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്.
നിങ്ങൾ ക്ലാസ്സിലുണ്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. എന്നാലും ഞാൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, റെസ്പോണ്ട് ചെയ്താൽ അറിയാൻ പറ്റൂ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, ക്ലാസ്സിലുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അല്ലെങ്കിൽ വെറുതെ ഞാൻ സംസാരിക്കുന്ന പോലെ തോന്നിയില്ലേ, ആലോചിച്ച് നോക്കൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. വേറെ മോഡൽ ഫോം എടുക്കാം, അത് കണ്ടിന്യൂ ചെയ്യാം. ഇനി എന്തെങ്കിലും ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇപ്പോ ഇംഗ്ലീഷിന്റെ ബേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ എടുത്ത ഏതെങ്കിലും പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള പോർഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും? ശ്രദ്ധിച്ചാലേ ഡൗട്ട് വരുള്ളൂ പൊതുവെ. ഡൗട്ട് ഉണ്ടോ ഇല്ലയോ? ഇല്ല, ക്ലിയർ ആണല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിൽ ആൻഡ് വുഡ് ആണേ. വിൽ ആൻഡ് വുഡ്, then shall, should. ഇത് കഴിഞ്ഞ ശേഷം കുറച്ച് എക്സ്പ്രഷൻസ് പറയാനുണ്ട്. എന്നാലേ ഇത് പറഞ്ഞാലേ എക്സ്പ്രഷൻ മനസ്സിലാവൂ, അല്ലാണ്ട് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയില്ലേ? മനസ്സിലാവുന്നില്ല ഞാൻ എടുക്കുന്ന പോർഷൻസ്? ആണോ? ക്ലാസ്സിലുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് അല്ലേ? ഏതെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടോ? എന്റെ കംപ്ലീറ്റ് അല്ല. അശ്വതിന് കംപ്ലീറ്റ് ഇല്ല. അതൊന്ന് നോക്കട്ടെ. ശരിയാ, ബിജുന ചോദിച്ചാൽ മതി. കറക്റ്റ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഷാൽ നീ എന്തെങ്കിലും പറയാമെന്നാണോ? Okay, yeah. So let's find a place class. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you.